പൊതുവെ ഇപ്പോൾ ഒരു വൈറൽ പനിയൊക്കെ ഉണ്ട്, വൈറൽ പനി വ്യാപകമാകുന്നുണ്ട്. അള്ളാഹു സലാമത്ത് നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. അത് പെട്ടെന്ന് പകരും. എന്നാലോ പെട്ടെന്ന് 2-3 ദിവസം വേണ്ട മാറിപ്പോവില്ല. മാറിയാൽ ചിലപ്പോൾ വീണ്ടും വരും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ചില സ്ഥാപനങ്ങൾ പോലും താൽക്കാലികമായി അടയ്ക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് മൊത്തം പനിയാണെങ്കിൽ പിന്നെ അവിടെ ക്ലാസ് എടുക്കൽ നടക്കുമോ? എന്നാൽ ഈ പനി എന്നത് ഒരു രോഗമാണ്. ചിലപ്പോൾ നമ്മളൊക്കെ പനിയെ ശപിക്കും ചെയ്യും. വല്ലാത്ത ഹലാക്കിൻ്റെ ഒരു പനി, എന്തൊരു പനി അത്, പനി കൊണ്ട് കുടുങ്ങിയെന്ന് പറഞ്ഞ് ചില പ്രാക്കിൻ്റെ രൂപത്തിൽ പനിയെ ഇല്ലല്ലേ. ശരിയാണോ? അത് ശരിയാണോ? അത് ശരിയല്ല, അത് ശരിയല്ല. ഈ രോഗം എന്തിനാണ് അള്ളാഹു നമുക്ക് തരുന്നതെന്ന് ചിന്തിക്കണം. രോഗത്തെക്കുറിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതെന്താ? ഖാലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇദസ്തകൽ മുഅ്മിനു, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു രോഗം പിടിപെട്ടാൽ, അതേത് രോഗമാണെങ്കിലും, അഖ്ലസഹുല്ലാഹ് കമാ യഖ്ലുസുൽ കിബറു ഖബസൽ ഹദീദ്, ഇരുമ്പിലെ കീടങ്ങൾ ഒലോക്ക് കൊണ്ട് നീക്കുന്നത് പോലെയാ പനി കൊണ്ട് ശരീരത്തിലെ ദോഷത്തിന്റെ കറകളെ അല്ലാഹു നീക്കിക്കളയുന്നതെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് ഒരു രോഗം വരുമ്പോൾ ആ നിലക്ക് ചിന്തിക്കാൻ കഴിയാറുണ്ട്? ഒരു കാൽമുട്ട് വേദന വരുമ്പോൾ, പെരടിക്കൊരു വേദന വരുമ്പോൾ, ഒരു തലവേദന വരുമ്പോൾ, ഒരു പല്ലുവേദന വരുമ്പോൾ, ഒരു നെഞ്ചരിച്ചിൽ വരുമ്പോൾ, വയറിൽ ഗ്യാസ് വന്നിങ്ങനെ വീർത്ത് കെട്ടിയ ഒരു അസ്വസ്ഥത വരുമ്പോൾ, ഇത് എൻ്റെ തടിയിലെ ദോഷങ്ങളെ അല്ലാഹു തആല നീക്കിക്കളയാൻ എനിക്ക് തന്നതാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അങ്ങനെ ചിന്തിച്ച് അതിൽ സംതൃപ്തി അടഞ്ഞാൽ വലിയ പ്രതിഫലമാണ് പടച്ച റബ്ബിന് നൽകുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. രോഗം വന്നാൽ എന്തായാലും അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കണ്ടേ? വേണ്ടേ? ഒന്ന് പറയും മനുഷ്യന്മാരെ, വേണ്ടേ? വേണം. പല ആളുകളും അതിന്റെ പ്രയാസമൊക്കെ ഇവിടുന്ന് അനുഭവിക്കും ചെയ്യും. എന്നാ ആഖിറത്തുനിന്ന് ഒരു കൂലിയൊട്ട് കിട്ടൂല. അതെന്താ കിട്ടാതിരിക്കാനുള്ള കാരണം എന്താ? ഇതിങ്ങനെ ഹലാക്കിൻ്റെ ഒരു കാൽമുട്ട് വേദന കൊണ്ട് ഞാൻ കുടുങ്ങി, ഹലാക്കിൻ്റെ ഒരു വയറുവേദന, വല്ലാത്തൊരു ഇടങ്ങാറ് പിടിച്ച തലവേദന ആയിപ്പോയത്. തലവേദന ഉണ്ടാ മനുഷ്യൻ കുടുങ്ങിയത്. എത്ര വട്ടം പടച്ചോനോട് ദുആ ചെയ്തതാ, ഇതൊന്നും കേൾക്കാൻ ഒരു പടച്ചോനില്ലാതായി പോയല്ലോ. ഈ നിലയിലൊക്കെ പറയാൻ പറ്റുമോ? പറ്റുമോ? പറ്റൂല. മുഅ്മിനായ ഒരു മനുഷ്യന് രോഗം പിടിപെട്ടാൽ അഖ്ലസഹുല്ലാഹ് കമാ യഖ്ലുസുൽ കിബറു ഖബസൽ ഹദീദ്, ഇരുമ്പിലെ കീടങ്ങൾ ഒലോക്ക് നീക്കുന്നത് പോലെയാണ് കൊല്ലന്റെ പണിപ്പുരയിലെ ഇരുമ്പ് കാച്ചാൻ ഉപയോഗിക്കുന്ന ഉപകരണമല്ലേ ഒലോക്ക്. അതുകൊണ്ട് ആ ഇരുമ്പിലെ കീടങ്ങൾ നീക്കുന്നത് പോലെയാണ് രോഗങ്ങളെ കൊണ്ട് നമ്മുടെ തടിയിലുള്ള എല്ലാ ദോഷത്തിന്റെ കീടങ്ങളെയും കറകളെയും അല്ലാഹു നീക്കുന്നതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രോഗത്തെ ശപിക്കരുത്, രോഗത്തെ ശപിക്കരുത്. അങ്ങനെ ചില സഹാബി വനിതകളൊക്കെ ചില സന്ദർഭത്തിൽ ശപിച്ച അവസരമുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പടച്ചോനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ശപിക്കരുത്. പനി ഇങ്ങനെ വല്ലാതെ കൂടിയപ്പോഴേ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
ദഖലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉമ്മി സായിബ് വഹിയ തസ്ഫസിഫു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉമ്മു സായിബ് എന്നവരുടെ അടുത്തേക്ക് ചെന്നു. ശ്രദ്ധിക്കണേ, വഹിയ തസ്ഫസിഫു. അവരിങ്ങനെ പനി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പനിയിട്ട് കൂടിയാൽ എന്ത് ചെയ്യും? വറക്കുമല്ലോ. ഉമ്മു സായിബ് എന്നവർ പനി കൂടിയിട്ട് ഇങ്ങനെ വറക്കാണ്. കിടന്ന് വിറക്കുന്നത് കണ്ടപ്പോൾ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, വല്ല നിങ്ങൾക്കിതെന്തു പറ്റി? മഹദി പറയുകയാണ്, ഹുമ്മാ അഖ്സാഹല്ലാഹ്. പനിയാൻ, നാശം പിടിച്ച ഒരു പനി. അത് കേട്ടോ, പനിയാന്ന് പറഞ്ഞ് നിർത്തിയോ? ഇല്ല. പിന്നെന്തു പറഞ്ഞു? വല്ലാത്തൊരു നാശം പിടിച്ച പനി തന്നെ. ഫഖാലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിർത്ത്, ലാ തുസബ്ബിഹ, ഒരിക്കലും ആ പനിയെ നീ എന്ത് ചെയ്യരുത്? ചീത്ത പറയല്ല, പനിയെ ശപിക്കല്ല. നാശം പിടിച്ച പനി എന്ന് പനിയെക്കുറിച്ച് പറയല്ല. ഫഇന്നഹാ തദ്ഹബു ഖതായൽ മുഅ്മിന കമാ യദ്ഹബുൽ കീറു ഖബസൽ ഹദീദ്. എന്താണ് പനിയെക്കുറിച്ച് നീ വിചാരിച്ചത്? തീർച്ചയായും ഒരു മുഅ്മിനായ മനുഷ്യന്റെ സകല ദോഷങ്ങളും ഈ പനി കൊണ്ട് ഇല്ലാതെയാകുന്നതാണ്. കമാ യദ്ഹബുൽ കീറു ഖബസൽ ഹദീദ്. ഒലോക്ക് കൊണ്ട് ഇരുമ്പിലെ കീടങ്ങൾ കറകൾ നീങ്ങുന്നത് പോലെ പനി കൊണ്ട് തടിയിലുള്ള ദോഷത്തിന്റെ കറകൾ നീങ്ങുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ പനിക്കൊരു പ്രത്യേകത ഉണ്ട്. തടിയെ മൊത്തത്തിൽ വ്യാപിച്ച് പിടിക്കുന്ന ഒരു അസുഖാണെന്ത് അല്ലേ? വേദനകൾ മൊത്തത്തിൽ അങ്ങനെയാണോ? ചിലപ്പോ കാൽമുട്ടിന് വേദന ഉണ്ടാവും, കൈക്കോ നെഞ്ചത്തോ തലക്കോ വേദന ഉണ്ടാവില്ല. ഒരു പൊള്ളലേറ്റാൽ വിരലിന് നല്ല പ്രയാസം ഉണ്ടാവും, പക്ഷെ അത് തടിയെ മൊത്തത്തിൽ ആ നിലക്ക് ബാധിക്കൂല. പനി എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ കൈക്ക് പനി, കാലിന് പനി, അങ്ങനെ ഉണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാർ, അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അത് തടിയെ മൊത്തത്തിൽ വ്യാപിക്കുന്ന രോഗാണ്. അതുകൊണ്ട് തന്നെ ആ രോഗം തടിയെ മൊത്തത്തിൽ ശുദ്ധിയാക്കും. അതുകൊണ്ട് തന്നെ സഹാബികളിൽ ചിലർ പറയുന്നുണ്ട്, രോഗങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗം ഏതാണ്? പനിയാണ്. കാരണം അത് ശരീരത്തെ മൊത്തത്തിൽ വ്യാപിക്കും, ശരീരം മൊത്തം. രോഗങ്ങളെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട രോഗം അങ്ങനെ ഉണ്ടോ? രോഗങ്ങളെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട രോഗം, ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗം, കുറച്ചിഷ്ടപ്പെട്ട രോഗം, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. സഹാബികൾക്ക് അങ്ങനെ ഉണ്ട്. കാരണം അവർ ഈ ദുനിയാവിനേക്കാൾ വില കൽപ്പിച്ചിരുന്നത് ആഖിറത്തിനാണ്. ദുനിയാവിന്റെ പ്രയാസം നേരിയ ഒരു പനി കൊണ്ട് ഉണ്ടായാലും ആഖിറത്തിന്റെ പ്രയാസം, ദുനിയാവിൽ നേരിയൊരു പ്രയാസം ഉണ്ടായി പനി ബാധിച്ചിട്ട് ആഖിറത്തിൽ അതുകൊണ്ട് വലിയ ഒരു രക്ഷയാണെങ്കിൽ മാഷാ അല്ലാഹ് ആ പനിയെ സ്വാഗതം ചെയ്യുക. ആ പനിയോടൊരു ഇഷ്ടം. അടച്ചവനെ, അവരൊക്കെയല്ലേ ഈമാൻ പൂർണ്ണമായവർ. അള്ളാഹു നമ്മുടെ ഈമാനും പൂർണ്ണമാക്കി തരട്ടെ. എല്ലാ റാഹത്തും അള്ളാഹു തരട്ടെ. ഹദീസ് കേൾക്കണ്ട സഹോദര സഹോദരി, അതിശക്തമായ മഴയുടെ കാലഘട്ടത്തിലും കാലാവസ്ഥ പ്രതികൂലമായിട്ടും ഇലാഹായ റബ്ബിന്റെ കലാമ് കേൾക്കാൻ വന്നവരെ ആയിരങ്ങളിൽ ഒരു കണ്ണിയായി ദുആ ചെയ്യാനായി ഇവിടെ ഒരുമിച്ച് കൂടിയവരെ, ഇതൊക്കെ മുഅ്മിനായ മനുഷ്യൻ അറിയേണ്ട ജ്ഞാനങ്ങളാണ്. ഇതൊക്കെ ഗൗരവമായി നമ്മൾ പഠിച്ചെടുക്കേണ്ട പാഠങ്ങളാണ്. നമുക്ക് വരുന്ന രോഗങ്ങൾ പോലും ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് കഴിയുക എന്നാൽ അൽഹംദുലില്ലാഹ്, അറിവുണ്ടെങ്കിലല്ലേ അതെല്ലാം നടക്കുകയുള്ളൂ, അല്ലേ?
അറിവുണ്ടെങ്കിലല്ലേ, ബോധമുണ്ടെങ്കിലല്ലേ അതൊക്കെ നടക്കുള്ളൂ. ആ നിലയിൽ എല്ലാ ബോധവും ഉണ്ടാവാൻ ഈ മജ്ലിസ് അള്ളാഹു ഒരു കാരണമാക്കി തരട്ടെ. ഹദീസ് ശ്രദ്ധിക്കട്ടോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ മിൻ മറലിൻ യുസീബുനി അഹബ്ബു ഇലയ്യ മിനൽ ഹുമാ لأنها تدخل في كل عضو مني فإن الله تعالى يعطي كل عضو قسطه من الأجر. അല്ലാത്തൊരു ഹദീസാണിത്. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, മാ മിൻ മറലിൻ യുസീബുനി അഹബ്ബു ഇലയ്യ മിനൽ ഹുമ്മ, എനിക്ക് പിടിപെടുന്ന രോഗങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗം പനിയാണ്. എല്ലാ രോഗവും ഇഷ്ടാണ്, എല്ലാ രോഗവും ഇഷ്ടാണ്. എന്നാൽ ആ രോഗങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗം പനിയാണ്. എന്നിട്ട് അതിന്റെ കാരണം പറയാൻ, എന്താണ് ഈ പനിയോട് ഇത്ര വലിയ ഇഷ്ടം? അത് ശരീരത്തിലെ ഓരോ അവയവത്തിനും പിടിപെടുമല്ലോ. അപ്പോൾ ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രതിഫലം, ഓഹരി ലഭിക്കുമല്ലോ. ഓരോ അവയവും ശുദ്ധിയാകുമല്ലോ. അതുകൊണ്ടാണ് രോഗങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗം പനിയാണെന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇനി മയച്ചാറിലുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് എപ്പോഴും പനിയുമായി നടക്കണം എന്നാണോ? അങ്ങനെയാണോ? അങ്ങനല്ല. നമ്മളായി ഉണ്ടാക്കണ്ട ഒരു രോഗവും നമ്മളായി ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടായാൽ അത് അല്ലാഹു പരീക്ഷണത്തിന് തരുന്നതാണെന്ന് ഉൾക്കൊണ്ട് അതിൽ ക്ഷമിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ വയലൊക്കെ പറയുന്നത് ഇനിയുള്ള മയച്ചാറിലൊക്കെ കൊണ്ട് പനി പിടിപ്പിക്കാനല്ല. വൈറൽ പനി പിടിപെട്ട ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാളിലേക്ക് ചേർന്ന് നിന്ന് പരമാവധി തനിക്കും വൈറൽ പനി ഉണ്ടാവട്ടെ എന്നാഗ്രഹിച്ച് അങ്ങനെ ഉണ്ടാക്കാനാണോ ഇത് പറഞ്ഞത്? അല്ല. ഒരു രോഗം വന്നാൽ അതിനോടുള്ള നമ്മളുടെ കൺസെപ്റ്റ് എങ്ങനെയാവണം, അതാണ് ഈ പറഞ്ഞത്. ഒടുക്കത്തൊരു പനി, ഇങ്ങനെയൊക്കെ പലപ്പോഴും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തൊരു നാശം പിടിച്ച പനിയാ ഉസ്താദെ കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ നാശം പിടിച്ചത്, വൃത്തികെട്ടത്, അങ്ങനെ ശാപത്തിന്റെ വാക്കുകൾ പനിയെക്കുറിച്ച് പറയരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇലാഹായ റബ്ബേ, ഞങ്ങൾക്കൊക്കെയും ഇതുകൊണ്ട് ഖൈർ നൽകണേ അല്ലാ. മുഅ്മിനായ മനുഷ്യന് രോഗം എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഗുണപാഠം അതിലുണ്ട്. ആ ഗുണപാഠം ഉൾക്കൊള്ളാനും നമ്മൾ രോഗത്തെ ഉപയോഗപ്പെടുത്തണം. രോഗം വന്നിട്ടും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാത്ത ആളുകളില്ലേ? എന്തിനീ രോഗം എനിക്കെൻ്റെ റബ്ബ് തന്നു, ഇതിലൂടെ ഞാൻ എന്താണ് അറിയേണ്ടത്, ആലോചിക്കേണ്ടത്? ഇങ്ങനെ വരുന്ന രോഗത്തെക്കുറിച്ചൊരു ബോധവുമില്ലാത്തവർ, അവരുടെ അവസ്ഥ നാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്ക്, മഹാനായ അബ്ദുർറഹ്മാൻ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തൻ്റെ പിതാവ് തന്നോട് പറഞ്ഞതാണ്. ഒരിക്കൽ തൻ്റെ പിതാവ് കുന്തു പറയുകയാണ്, കുന്തു മഅ സൽമാനിൽ ഫാരിസി. ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കൂടെയായിരുന്നു. അങ്ങനെ ഒരിക്കൽ കിന്ദ എന്ന സ്ഥലത്ത് ഒരു രോഗിയെ സന്ദർശിച്ചു. ആര്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബിയാൻ. സൽമാനും മിന്നി വ അന മിൻഹു, സൽമാനു മിൻ അഹ്ലി ബൈത്തി, സൽമാൻ നിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൽ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളല്ല ആര്? നിങ്ങളിവിടെ ഉണ്ടോ? സത്യത്തിൽ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളല്ല ആര്? സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. എന്നാലും റസൂലുള്ളാഹ് അദ്ദേഹത്തെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഹുവ മിൻ അഹ്ലി ബൈത്തി, നിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, നിന്റെ അഹ്ലു ബൈത്താണ്. ആര്? അതെന്തേ കാരണം?
അതിനൊരു കാരണമുണ്ട്. മദീനയിൽ വന്നിട്ടാണ് ഈ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്. ഭയങ്കര ചരിത്രമാണത്. മുമ്പൊരിക്കൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പേർഷ്യക്കാരനാണ്, പേർഷ്യയിൽ നിന്ന് വന്നതാണ്. അപ്പൊ മുഹാജിരിങ്ങൾ പറഞ്ഞു, ഇദ്ദേഹം മദീനക്കാരനല്ലല്ലോ, അതുകൊണ്ട് ആരെ കൂട്ടത്തിലാ പെടുക? മുഹാജിരിങ്ങളായ ഞങ്ങളെ കൂട്ടത്തിലാ പെടുക. സൽമാൻ മുഹാജിറാണ്. അപ്പൊ അൻസാറുകൾ പറഞ്ഞു, അത് പറ്റൂല, അതെങ്ങനെ നിങ്ങളെ കൂട്ടത്തിൽ പെടുക? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വന്നവർക്ക് മാത്രമേ എന്ത് പറയുള്ളൂ? മുഹാജിർ എന്ന് പറയുള്ളൂ. ഇദ്ദേഹം മക്കയിൽ നിന്ന് വന്നതല്ലല്ലോ, പേർഷ്യയിൽ നിന്ന് വന്നതല്ലേ, ഇറാഖിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് അൻസാറുകളിൽപ്പെട്ട ആളാണ്, തർക്കായി. മുഹാജിരിങ്ങൾ പറഞ്ഞു മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അൻസാറുകൾ പറഞ്ഞു അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ആ തർക്കമിങ്ങനെ നടക്കുമ്പോഴാണ് ഹബീബായ നബി തങ്ങൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, തന്നിലേക്ക് ചേർത്ത് നിർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, സൽമാനെ കുറിച്ച് നിങ്ങൾ തർക്കിക്കേണ്ടതില്ല. മുഹാജിറാണോ അൻസാറാണോ തർക്കിക്കേണ്ടതില്ല. ഹുവ മിൻ അഹ്ലി ബൈത്തി, സൽമാൻ എൻ്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത്ര വലിയ അംഗീകാരം പഠിച്ചവൻ, ഇത്ര വലിയ അംഗീകാരമാണ് റബ്ബെ. ആ മഹാനുഭാവന്റെ ഖബർ ബൈത്തുൽ മുഖദ്ദസിന്റെ ഏകദേശം അടുത്താണ്. പഠിച്ചവനെ സന്ദർശിക്കാൻ അള്ളാഹു നമുക്ക് ഇനിയും തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമ്മളൊക്കെ ഹൈറായ നിൽക്ക് അവിടെ എത്തിക്കട്ടെ. ഏതാവട്ടെ, ഞാൻ സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിന്റെ കൂടെയിലായിരുന്നു ഫലസ്തീനിലെ കിന്തയിൽ. ഫലമ്മാ ദഖല അലൈഹി ഖാല അബ്ശിർ. ഒരിക്കൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു രോഗിയെ സന്ദർശിച്ചു. വല്ലാതെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളെ സന്ദർശിച്ചു. എന്നിട്ട് ഫഖാല, അദ്ദേഹം പറയാണ് ഈ രോഗിയോട്, അബ്ശിർ അബ്ശിർ, നിങ്ങളിങ്ങനെ സങ്കടപ്പെടല്ലേ, നിങ്ങൾ സന്തോഷിക്ക്, നിങ്ങൾ സന്തോഷിക്ക്. ഫഇന്ന മറലൽ മുഅ്മിനി യജഅലുഹുല്ലാഹു ലഹു കഫാറതൻ വമുസ്തഅതിബൻ. ഒരു മുഅ്മിനായ മനുഷ്യന് ഏതൊരു രോഗം വന്നാലും അതല്ലാഹു അവന് വലിയ ഒരു ഗുണപാഠമാക്കുന്നതാണ്, അവന്റെ ദോഷങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. വഇന്ന മറലൽ ഫാജിർ, ഒരു തമ്മാടിക്കൊരു രോഗം വന്നാലോ അത് കൽബഈർ, ഒരു ഒട്ടകത്തിന്റെ അവസ്ഥ പോലെയാണ്. എങ്ങനെയുള്ള ഒട്ടകം? അകലഹു അഹ്ലുഹു സുമ്മ അർസലു. ഒട്ടകത്തെ അതിന്റെ ഉടമസ്ഥൻ കെട്ടിയിട്ടു, കുറച്ചു നേരം ഒട്ടകത്തെ അഴിച്ചുവിട്ടു. ഫലാ യദ്രി ലിമ അകല വലിമ അർസല. എന്തിനാണ് ഈ ഒട്ടകത്തെ കെട്ടിയിട്ടതെന്നും എന്തിനാണ് അഴിച്ചിട്ടത് എന്നൊന്നും ആർക്കറിഞ്ഞൂടാ. ഈ ഒട്ടകത്തിനറിയൂല. ഒരു തെമ്മാടിക്കൊരു രോഗം വന്നാൽ അവന്റെ അവസ്ഥ അങ്ങനെയാണ്. എന്തിനാണ് ഈ രോഗം അല്ലാഹു കൊടുത്തത് എന്നോ അതെന്തിനാണ് ആ രോഗം ശിഫയാക്കിയത് എന്നോ ഒരു ചിന്തയും അവനിൽ ഉണ്ടാവില്ല. അങ്ങനെ ആവാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ ആവാൻ പറ്റുമോ? പറ്റൂല. ഒരു ചെറിയ ഒരു തലവേദന, തലകടച്ചില്, ഒരു തൊണ്ടവേദന, ഒരു വയറുവേദന, ഒരു കാൽമുട്ട് വേദന, അപ്പോഴൊക്കെ ചിന്തിക്കണം, ഇത് കഫാറത്താണ്, ഇതിൽ ഗുണപാടുണ്ട്, ഇതിന്റെ റബ്ബ് എനിക്ക് വെറുതെ തന്നതല്ല, ഇതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടും? പറയും എന്ത് കിട്ടും? ഖൈറ് കിട്ടും, ഖൈറ് കിട്ടും. അതിന് ക്ഷമ നിർബന്ധമാണ്. പടച്ചോനെ, ക്ഷമിക്കാൻ കഴിയാത്ത രോഗം ഞങ്ങൾക്ക് തരരുതേ അല്ലാ, ക്ഷമിക്കാൻ കഴിയാത്ത രോഗം ഞങ്ങൾക്ക് തരരുതേ അല്ലാ. ചിലപ്പോൾ ചില ചൊറികളൊക്കെ ഇങ്ങോട്ട് ബാധിച്ചാൽ മാന്തി മനുഷ്യനാകെ. രോഗമൊക്കെ വന്നാൽ ക്ഷമിച്ചോളൂ എന്ന് വയല് പറയാൻ എളുപ്പമാണ്, വയല് കേൾക്കാൻ എളുപ്പമാണ്. പക്ഷെ ചില ചൊറികളും ചില രോഗങ്ങളൊക്കെ ആയിട്ട് വന്നാൽ മനുഷ്യൻ അസ്വസ്ഥനായി പോകും. അള്ളാഹു സലാമത്ത് നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ.